ഞാനേ വട്ടിപ്പലിശ തങ്കപ്പൻ. മനസ്സിലായിട്ടോ? ഇവിടെ കണാരൻ കൊച്ചുണ്ണി നമ്പൂരിച്ചൻ. ഇവരെ വീട് എവിടെയാ? ഈ മാസത്തെ പൈസ കിട്ടാനുണ്ട് അവരെന്നേ. ആ, വട്ടിപ്പലിശ ആവൂലേ? അതെ, വട്ടിയാ. കൊച്ചുണ്ണീരെ കട പടിയാണ്, നമ്പൂരിച്ചന്റെ വീട് പടിയാ. കാണാരേട്ടൻ്റെ ഒരു 4 കിലോമീറ്റർ നടന്നു പോയാ അങ്ങനെ വീട്. കൊച്ചുണ്ണി നമ്പൂരിച്ചനും ഇവിടെ ഉണ്ട്, കയ്യോടെ പോയ പിടിക്കാം. കൊച്ചുണ്ണീനൊന്നും ഇവിടെ കാണാനില്ലല്ലോ. ഇവിടെ ആരും ഇല്ലേ? നമ്പൂരിച്ചനെയും കാണാനില്ലല്ലോ. ഈ തങ്കപ്പനോടാ കളി. ഞാൻ ഒളിച്ചിരുന്നതല്ല കേട്ടോ, എന്റെ ബീഡി തപ്പിയതാണ്. നമ്പൂരിച്ച, എന്റെ പണിക്കാരനെ ബംഗാളിലേക്ക് പോയി. അത് കാരണം മുതലാളിയായി ഞാൻ തന്നെയാണ് പൈസ മേടിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഈ മാസത്തെ പൈസ എടുത്തേ. അടുത്ത മാസം തന്നാ മതിയോ? ആ, ഇപ്പൊ അങ്ങനെയാ. കാശ് മേടിക്കുമ്പോ ഇതൊന്നല്ലല്ലോ പറയാറ്. കാശില്ല എന്നിട്ടല്ലേ? മര്യാദക്ക് തങ്കപ്പന്റെ സ്വഭാവം മെനക്കെടുത്താതെ കാശെടുത്തേ. ഓരോ വട്ടിപ്പലിശക്കാരും കൂടെ ഇറങ്ങും മനുഷ്യനെ മെനക്കെടുത്താൻ. എന്റെ കാശ് ഞാൻ തന്നു, അവിടെ പോയിട്ട് ആ കൊച്ചുണ്ണിയുടെ കാശ് മേടിക്കും. കൊച്ചുണ്ണി ഏട്ടൻ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. കള്ള കൊച്ചുണ്ടി ഇവിടെ ഒളിച്ചിരിക്കണല്ലേ. കയ്യില് പൈസ അല്ല, എന്നെ ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ കച്ചവടമൊക്കെ മര്യാദക്ക് നടക്കണില്ലേ? മര്യാദക്ക് കാശെടുക്ക്. ഈ മാസത്തെ പലിശ ഉണ്ട്. ഇവിടെ കണാറിന്റെ വീട് എവിടെയാ? ഞാൻ 4-5 കിലോമീറ്റർ അപ്പുറത്ത് കംപ്ലീറ്റ് പോയി നോക്കി, അയാളെ വീടാ കാണാനല്ല. അയാളോടല്ലേ വരുമ്പോ നിങ്ങൾ കുറെ നേരം നിന്ന് സംസാരിച്ചിരുന്നു. അയാളാണോ കണാരൻ? ആ കള്ളൻ എന്നെ പറ്റിച്ചു. അയാൾ ഇപ്പൊ വരും, കയ്യോടെ പിടിക്കാം. ഇവിടെ ഒളിച്ചിരുന്നോളൂ. നമ്പൂരിയും കൊച്ചുണ്ണിയും കാശ് കുറച്ച് പോയി. കാണാറേട്ടാ, വരാനുള്ളത് വഴിയെ തന്നെയല്ല, നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. കൊച്ചുണ്ണിയെ ഇനി എന്ത് സംഭവിക്കാനാ? കള്ള കണാരാ, എന്നെ പറ്റിച്ച് മുങ്ങാൻ നോക്കേ അല്ലേ? കാശ് ഞാൻ തരാം, ഇപ്പൊ എന്നെ ഒന്നും ചെയ്യരുത്. ഇങ്ങോട്ട് വന്നേ. കുറെ കിട്ടിയതല്ലേ? പലിശ ഈ മാസം പലിശ വേണ്ട, അടുത്ത മാസം ഒരുമിച്ച് കൂട്ടി തന്നാ മതി. അടുത്ത മാസം ഈ ഇടപാടുണ്ടായാൽ എല്ലാവർക്കും ബാധകമാണ്. ഇതിലും സ്ഥിതി വളരെ ഭീകരമായിരിക്കും കേട്ടോ. കാണാനായിട്ട് കുറച്ച് കുഴമ്പ് വേണോ? കുഴമ്പ് നമ്പൂരിയ കുഴമ്പിട്ട് നല്ലോണം ചവിട്ടി ഒഴിഞ്ഞോളോ കാണാറേട്ടാ. നമ്പൂരി പോവല്ലേ, അവിടെ നിക്ക്. എന്താ കൊച്ചുണ്ണിയേട്ടോ? നമ്പൂരി ആകെ പ്രശ്നട്ടോ. കൊച്ചുണ്ണിയേട്ടൻ കാര്യം എന്താ പറയും? കാണാറേട്ടൻ നാട്ടില് പറഞ്ഞ് പരത്തുണ്ട്, നമ്പൂരിയും കിഴക്കേലെ വാസന്തി തമ്മിൽ ക്രഷാണെന്ന്. ഞാനും വാസന്തി ക്രഷോ? ആ, നമ്പൂരിയും വാസന്തി ക്രഷ് സത്യാണല്ലേ? അയാള് നുണ പറഞ്ഞു നടക്കുക. ആ കാണാരേട്ടനെ എന്റെ കൈ കിട്ടണേ, ഞാൻ കാണിച്ചു കൊടുക്കാം. ആ, കാണാറേട്ടൻ നമ്പൂരി അടി നടക്കും. കൊച്ചുണ്ണി എങ്ങനെ പോണ്? കച്ചവടമൊക്കെ ഉഷാറായി പോണു, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. കൊച്ചുണ്ണിക്ക് എന്തോ എന്നോട് പറയണ്ടല്ലോ. പറയാണ്ടല്ലോ,
നമ്പൂരിയുടെ കയ്യിൽ നിന്ന് 10,000 രൂപ നിങ്ങൾ മേടിച്ചിട്ട് കൊടുത്തില്ല എന്ന് അങ്ങേര് ഈ നാട്ടിലെ മുഴുവൻ നടന്ന് പറയുന്നുണ്ടല്ലോ. നമ്പൂരി അങ്ങനെ പറഞ്ഞ ഞാൻ അയാൾക്കുന്ന എപ്പോഴാ കാശ് വാങ്ങിച്ച്? അയാൾ അങ്ങനെ തന്നെ പറഞ്ഞു നടക്കണേ. അയാള് കൊള്ളാലോ. ഈ കാണാനായിട്ട് ഒരാളേക്കുന്ന ഒരു 10 പൈസ വാങ്ങിച്ചില്ല. എനിക്കറിയാം കാണാരേട്ടാ, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ലാന്ന്. കണാരേട്ടന്റെ സ്വഭാവം നമ്പൂരിക്ക് ശരിക്കും അറിയില്ല. നിങ്ങൾ ചോദിക്കണം, പക്ഷെ ഞാൻ പറഞ്ഞൊന്നും പറയരുതിട്ടാ. ചോദ്യമൊന്നുമില്ല, അടിയാണ്. നമ്പൂരിനെ അടിക്കണം. നമ്പൂരി ഇവിടെ ഇല്ല. അങ്ങേര് ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചായിരുന്നു. നമ്പൂരി ഇന്ന് കാലത്ത് എവിടെ പോയിട്ടുണ്ട്? എന്റെ പേര് പറയരുത് കേട്ടോ. കൊച്ചുണ്ണിയുടെ പേരൊന്നും ഞാൻ പറയില്ല. അയാളെ ഞാൻ കൈ വെക്കൂട്ടാ. കൈ വെക്കണം. എന്റെ കണാരേട്ടനെ പറ്റി പറഞ്ഞപ്പോ എന്റെ ചങ്കാണ് തകർന്നത്. കൊച്ചുണ്ണിക്കെങ്കിലും എന്നോട് സ്നേഹം ഉണ്ടല്ലോ. എന്റെ കണാരേട്ടനോട് ഈ കൊച്ചുണ്ണിക്ക് അല്ലാണ്ട് ആർക്കാ സ്നേഹമുള്ളത്? അത് മതി. ആ നമ്പൂരിന്റെ എന്റെ കയ്യിൽ കിട്ടും. കണാരൻ ആരാന്ന് അയാൾക്ക് അറിയില്ല. പിന്നെ ഇയാളോട് ആർക്കാ സ്നേഹം? ഞാൻ കാണാരേട്ടനെ കാണാൻ കാത്തിരിക്കുന്നു. ഞാൻ കേശവൻ നമ്പൂരിനെ ഒന്ന് കാണാൻ തന്നെ വന്നത്. നിങ്ങൾ എന്ത് കോപ്പാ കാണിച്ചത്? നിങ്ങളെ കൈ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. നമ്പൂരി എന്നോടേ ഞഞ്ഞ വർത്താനം പറയരുതിട്ടാ. ഇതോ കാണാര തന്നെ ഞാൻ. നമ്പൂരി എന്നെ തല്ലാനായ അടിക്ക്. ഇയാളൊക്കെ തല്ലിയിട്ട് എന്ത് കിട്ടാനാ? അടിച്ചില്ല, 2 പേടിത്തൊണ്ടന്മാരാ. എനിക്ക് കാണാരേട്ടനോട് സംസാരിക്കാൻ താല്പര്യമില്ല. എന്റെ സ്വഭാവം അനുസരിച്ച് നമ്പൂരിനെ ഇപ്പൊ കൈ വെക്കണ്ടായിരുന്നു. നിങ്ങളൊന്ന് പോയേ. ആരാ നിങ്ങളോട് സംസാരിക്കാൻ? ഞാൻ ഈ പടി ഞാൻ ചോട്ടില്ല. അയാള് കുറച്ചു നേരം കൂടി ഇരിക്കുകയാണെങ്കിൽ എന്റെ കൈയിന്റെ ചൂടായിടാറുണ്ടാണ്. ആ കൊച്ചുണ്ണി ഞാൻ ആ നമ്പൂരിക്കിട്ട് ഒന്ന് കൊടുക്കണ്ടായിരുന്നു. അതിന് നിങ്ങൾ കൊടുത്തില്ലല്ലോ. അയാളെ അടിച്ചു കഴിഞ്ഞാലേ അയാൾ എന്നെ തിരിച്ചു അടിക്കും. കാണാരേട്ടാ, നിങ്ങൾക്ക് ഈ തടിയും വെള്ളണ്ടായിട്ട് എന്താ കാര്യം? അയാളെ കൈയുണ്ടല്ലോ, ചന്ദന അരച്ച് തഴമ്പ് പിടിച്ച കൈയാണ്. അതുകൊണ്ട് ഒന്ന് കിട്ടിക്കഴിഞ്ഞാ ഈ ശരീരത്തിന് താങ്ങാൻ പറ്റില്ല ഏട്ടാ. കാണാരേട്ടാ, നിങ്ങൾ പേടിത്തൊണ്ടനാ. കൊച്ചുണ്ണി ഒന്ന് പോയേ. ഞാൻ വിചാരിച്ചു കാണാരേട്ടൻ നമ്പൂരിനെ അടിച്ചുന്ന്. കൊച്ചുണ്ണിയേട്ടോ, അയാൾക്ക് എന്നെ അടിക്കാനുള്ള ധൈര്യമൊന്നുമില്ല. ഞാൻ കൊറേ പ്രതീക്ഷിച്ചു. ഇത് വാഴപ്പിണ്ടി ഒന്നല്ല, ഇത് ചന്ദനം അരച്ചിട്ട് ഇരുമ്പായിണ്ട്. അയാൾക്ക് എന്നെ തല്ലാനുള്ള ധൈര്യമൊന്നുമില്ല. ഒരുപാട് പ്രതീക്ഷിച്ചു, ഒന്നും ഉണ്ടായില്ല. സുമിത്ര പോവല്ലേ? എന്താ കൊച്ചുണ്ടേട്ടാ, വല്ലതും പറ്റിയോ? ഒന്നും പറ്റിയിട്ടില്ല. സുമിത്രയ്ക്ക് പറ്റാതെ നോക്കണം. എനിക്കെന്ത് പറ്റാനാ? മോളെ, ഞാൻ പറയുന്നത് കേക്കണം. രമേശനെ ഇങ്ങനെ കയറൂരി വിടരുതിട്ടോ. കൊച്ചുണ്ടേട്ടാ, എന്താ പ്രശ്നം? മോളൊന്ന് സൂക്ഷിക്കണം. രമേശന് എന്തൊരു ചുറ്റിക്കളി ഉണ്ട് കേട്ടോ. ചുറ്റിക്കളിയോ? എന്ത് ചുറ്റിക്കളി? രമേശൻ ഒരു പെണ്ണായിട്ട് 5-6 വട്ടം കറങ്ങണത് ഞാൻ കണ്ടു. അത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. കൊച്ചുണ്ടേട്ടാ, ഈ പറയണതൊക്കെ സത്യമാണോ? മോളെ, മഴ പെയ്യണ കണ്ടില്ലേ? മഴയാണോ സത്യം? കൊച്ചുണ്ണേട്ടൻ നുണ പറയാറില്ല. ഞാൻ പോവാ കൊച്ചുണ്ടേട്ടാ. രമേശന്റെ കാര്യം കട്ട പുകയാണ്. ബാക്കി ഇനി രമേശനോട് പറയാ. രമേശ, എനിക്ക് സീരിയസ് ആയിട്ട് നിന്നോട് ഒരു കാര്യം പറയാണ്ട്. എന്താ കൊച്ചുണ്ണേട്ടാ? കൊച്ചുണ്ണേട്ടിന് വല്ലതും പറ്റിയോ? ഏയ്, എനിക്കൊന്നും പറ്റിയിട്ടില്ല. മിക്കവാറും നിനക്ക് പറ്റും. കൊച്ചുണ്ണേട്ടൻ കാര്യം എന്താ വെച്ചാ പറ, മനുഷ്യനെ എങ്ങനെ കളിപ്പിക്കാതെ. അതെ, സുമിത്രയോട് കൊച്ചുണ്ണേട്ടൻ പറഞ്ഞെന്ന് പറയരുത് കേട്ടോ. കൊച്ചുണ്ണേട്ടന് രമേശനെ അറിയില്ലേ? പറയേണ്ടാത്ത കാര്യം ഒന്നും രമേശൻ പറയില്ല. രമേശ, സുമിത്രയ്ക്ക് ഒരു പയ്യനുമായിട്ട് ചുറ്റിക്കളി ഉണ്ട്. അത് ഈ കൊച്ചുണ്ണേട്ടൻ കണ്ടു. സുമിത്രയ്ക്കോ? കൊച്ചുണ്ണേട്ടൻ വെറുതെ അനാവശ്യം പറയരുത്. സത്യാണ്. നീ ഒന്ന് കരുതിക്കോ, നിന്റെ കാര്യം പോക്കാ. എന്നാ ശരി കൊച്ചുണ്ണേട്ടാ. സുമിത്ര അങ്ങനെയൊക്കെ ചെയ്യൂ? ഏയ്, സുമിത്ര അങ്ങനെയൊന്നും ചെയ്യില്ല. അവിടെ നിക്ക. എന്താ കൊച്ചുണ്ണി എന്റെ വഴി തടയണേ? അനിയത്തി വീട്ടിലില്ലേ? അനിയത്തി അവിടെ ഉണ്ടല്ലോ, എവിടെ പോവാനാ? അനിയത്തി എല്ലാ ദിവസം വന്നിട്ടേ ഏടുത്തിയുടെ കുറ്റം പറയാ. എന്റെ കുറ്റോ? അതെ, നിങ്ങളുടെ കുറ്റം തന്നെയാ. എന്നാ ഞാൻ കാണിച്ചു കൊടുക്കാം. എല്ലാ ദിവസവും ഇങ്ങനെ ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞ കൊച്ചുണ്ണിക്ക് സന്തോഷായി. മോളെ ദീപ്തി, കൊച്ചുണ്ണിയേട്ടൻ പറഞ്ഞില്ല എന്ന് വേണ്ട. മോള് ജോലിക്ക് പോയ സമയത്തെ വിഷ്ണുല്ലേ എല്ലാ പൈസ എടുത്തിട്ട് വരുന്നവർക്കും പോണവർക്കും ഒക്കെ എറിഞ്ഞു കൊടുക്കാണ്. ഇങ്ങനെ പോയി എവിടെ എത്തും കുട്ടിയെ? ആണോ കൊച്ചുണ്ണിയേട്ടാ? ഇന്ന് ഞാൻ വിഷ്ണുയേട്ടനെ ചവിട്ടി കൂട്ടും. ദീപ്തി, ജിലേബി വേണോ? വിഷ്ണുയേട്ടൻ, നിങ്ങളുടെ ഒരു ജിലേബി.
താനെന്തിനോട് തന്നെ ഇറങ്ങിയേ? സൗണ്ട് വേണ്ട വിധത്തിൽ കേൾക്കണില്ലല്ലോ. ഈ വിഷ്ണുവേട്ടനെ കൊണ്ട് ഞാൻ തോറ്റു. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും? മോളിലേക്ക് വാ, ഞാൻ കാണിച്ചു തരാം. രാവിലെ പോകുമ്പോ ദേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, തിരിച്ചു വന്നപ്പോ ദേ ഭദ്രകാളിയായിട്ട് ദേ പോടൂ. പിന്നെ ഇന്ന് ഞാൻ മീതയ്ക്ക് കയറിയ തന്നെ ഇതിന്റെ മേത്ത എന്തോ ഒരു ബാധ കയറിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒന്ന് ചുരുണ്ടി കൂടി കിടന്നുറങ്ങിക്കോളാം, അതാ നല്ലത്. ഇവിടെ ആരുമില്ല, നീ ധൈര്യമായിട്ട് പറഞ്ഞോ. നീ ഉച്ചയ്ക്ക് വിളിക്കണ്ട, അവിടെ എല്ലാവരും ഉണ്ടാവും. പിന്നെ വിളിക്കാം. എന്താ രമേശ് ചേട്ടാ അവിടെ തപ്പണേ? അതെ, ഞാൻ ചീർപ്പ് എവിടെയെന്ന് നോക്കുമായിരുന്നു. സുമിത്ര കുറച്ച് ദിവസമായിട്ട് ഇതിനെ പാത്തും പതുങ്ങി സംസാരിക്കുന്നുണ്ട്. ഇത് കൊച്ചുണ്ണേട്ടൻ പറഞ്ഞ മാതിരി ഇതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല. രാജീവിനെ ഒന്ന് കണ്ടുനോക്കാം. രാജീവാണെന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേഗം കണ്ടുപിടിക്കാൻ അവന് നല്ല കഴിവുണ്ട്. അവനോട് സൊല്യൂഷൻ ചോദിക്കാം. എപ്പം തന്നെ പോവാം. രമേശ് ചേട്ടാ, നിങ്ങൾ എവിടേക്ക് രാവിലെ തന്നെ പാന്റ് ഒക്കെ ഇട്ടിട്ട്? അതൊക്കെ ഉണ്ട്. അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാ. അത് ഞാൻ വന്നിട്ട് പറയാം. ഈടായിട്ട് രമേശ് ചേട്ടന് മേക്കപ്പ് ഇത്തിരി കൂടുതലാ. എന്നും രാവിലെ പുതിയ ഡ്രസ്സ് ഇട്ട് തന്നെ പുറത്തേക്ക് പോകും. ഇത് ആ പെണ്ണിനെ കാണാൻ തന്നെയാണ്. ഈശ്വര, എൻ്റെ ജീവിതമാണല്ലോ നശിച്ചുകൊണ്ടിരിക്കണത്. ഞാൻ ഇന്ന് ഇതിന് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കും. രമേശ് ചേട്ടാ, രമേശ് ചേട്ടൻ ഈ ചെയ്യണമൊന്നും ശരിയല്ല. ഇതൊന്നും എന്നെ കൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല. സുമിത്ര ചെയ്യണതാണോ പിന്നെ ശരി? ഞാൻ ഈ ചെയ്യണുണ്ടെങ്കിലേ അത് നമുക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് വേണ്ടിട്ടോ? സഹിക്കണേനൊക്കെ ഒരു പരിധി ഉണ്ട്. നിങ്ങളെ എന്റെ ജീവിതം വെച്ചിട്ടാ കളിക്കണത്. രമേശന്റെ പഴയ സ്വഭാവമൊക്കെ ആയിരുന്നു. അടിച്ച് മുഖക്കല്ല് ഞാൻ പൊട്ടിച്ചായിരുന്നു. കുറച്ച് ദിവസമായി ഇത് ഇവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇപ്പൊ എന്നെ തല്ലണല്ലേ? നിങ്ങളിപ്പോ പഴയ രമേശ് ചേട്ടനൊന്നുമല്ല. നിങ്ങൾക്ക് എന്തൊക്കെയോ കുറെ മാറ്റങ്ങളുണ്ട്. എനിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. സുമിത്രേ, നീ എന്താ കാണിക്കും? എനിക്ക് എന്റെ ജീവിതം തന്നെ മടുത്തു. എടുത്തി കുറച്ച് ദിവസമായിട്ട് എന്നോട് മുഖവർത്തി നടക്കണേന് എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ മുഖം ഇങ്ങനെ ആക്കി പിടിക്കണതിന് കാരണമുണ്ട്. ഞാൻ 3 നേരം കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരില്ലേ? അതെ, ഭക്ഷണം ഉണ്ടാക്കി തരണതിനെ കൊണ്ട് മാത്രം കാര്യമില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതെ, പുറത്തു പോയിട്ട് ആൾക്കാരോട് സംസാരിക്കുമ്പോഴേ നാവിനൊരു കടിഞ്ഞാണ് ഇടണം. ഞാനല്ല, ഏടത്തിയാണ് ആദ്യം നാവിന് കടിഞ്ഞാണുണ്ടത്. ഞാൻ ചെറുപ്പായിരുന്നെങ്കിലേ ഇപ്പൊ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടന്നിരുന്നു. കുറെ ദിവസമായി ഏടത്തിക്ക് ചെറുപ്പാണ് എന്നെ എന്താ കാട്ടുക? എന്റെ കയ്യിനെ വെറുതെ മെനക്കെടുത്തരുത്. ഉവ്വ, എന്റെ കൈ മോശമൊന്നുമില്ല. ഞാനെല്ലാം കാണുന്നുണ്ട്. എന്താ ഏടത്തി അനിയത്തിയായിട്ടുള്ള പ്രശ്നം? ഏടത്തി എങ്ങോട്ട് വരൂ, എനിക്ക് കുറച്ച് സംസാരിക്കാണ്ട്. അനിയത്തി അവിടെ ഇരിക്കുന്നുണ്ട്. സുമിത്രേ, എന്താ മോളുടെ പ്രശ്നം? കുറച്ച് പ്രശ്നം ഉണ്ടച്ചാ. എനിക്കെല്ലാം മനസ്സിലായി. സുമിത്ര താഴേക്ക് വരൂ, ഞാൻ രമേശനായിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളിവിടെ കാട്ടിക്കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഞാൻ അനിയത്തിയായിട്ടും ഏടത്തിയായിട്ടും രമേശായിട്ടും സുമിത്രയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ മണ്ടന്മാരാണ്. ഞങ്ങൾ എന്ത് മണ്ടത്തര കാണിച്ചത്? സുമിത്രേനോട് രമേശനെ പറ്റി ആരാ പറഞ്ഞത്? കൊച്ചുണ്ണിയേട്ടനെ പറഞ്ഞത്. രമേശനോട് സുമിത്രനെ പറ്റി ആരാ പറഞ്ഞത്? കൊച്ചുണ്ണിയേട്ടൻ. ആ, ഏടത്തിനോട് ആരാ പറഞ്ഞത്? കൊച്ചുണ്ണി. ഇപ്പൊ മനസ്സിലായില്ല എല്ലാവർക്കും. കൊച്ചുണ്ണിയാണ് നിങ്ങളെ തെറ്റിച്ചത്. എന്നാലും ഞാൻ കൊച്ചുണ്ണീനെ പറ്റി ഇങ്ങനെ വിചാരിച്ചില്ല. കൊച്ചുണ്ണിയേട്ടൻ എന്റെ കൈ കിട്ടും. അയാളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളെ മാത്രല്ല, കാണാരനെയും നമ്പൂരിനെയും പിന്നെ ഈ നമ്പൂരി മുക്കിലെ എല്ലാരെയും അയാൾ തെറ്റിച്ചിട്ടുണ്ട്. അയ്യോ, എനിക്ക് ഒന്നും മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ ഏടത്തിയായിട്ട് വഴക്കൂടാൻ നിന്നത്. ഇനി നിങ്ങളെല്ലാം മനസ്സിലാക്കുക, ഒരു കുടുംബമാകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് എല്ലാവരും ചേർന്ന് ഇരുന്ന് സംസാരിച്ചാലേ പരിഹരിക്കാൻ പറ്റും. കൊച്ചുണ്ണിയേട്ട എവിടേക്കാ? അവിടെ നിന്ന് എന്താ സുമിത്ര, എന്നെ തല്ലാനാണോ? നിങ്ങളെന്ന് ഞങ്ങൾ തല്ലിക്കൊല്ലും. കൊച്ചുണ്ണിയേട്ടൻ പാവ, എന്നെ ഒന്നും ചെയ്യരുത് കേട്ടോ. കൊച്ചുണ്ണി, ഈ നമ്പൂരി മുക്കിൽ ഞങ്ങളൊക്കെ തെറ്റിച്ചു. കൊച്ചുണ്ണി പാവ, കൊച്ചുണ്ണി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കൊച്ചുണ്ണിയേട്ട പാവോ? കൊച്ചുണ്ണിയേട്ട ഞങ്ങളുടെ കുടുംബം കുട്ടിച്ചോറാക്കാൻ നോക്കിയില്ലേ? കൊച്ചുണ്ണി, ഞാനും വാസന്തി തമ്മിൽ ക്രഷാ. പറ്റിപ്പോയി നമ്പൂരിച്ച. ഇനി നമ്പൂരി മുക്കില് കൊച്ചുണ്ണിയുടെ നാവ് പൊങ്ങിയ ആ നാവ് ഞങ്ങൾ പിഴുതെടുക്കും. ഓടിക്കോ. അയ്യോ,
കൊച്ചുണ്ണി നല്ലോണം കിട്ടില്ലേ